ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന്റെ സാമ്പത്തിക സ്രോതസ് എണ്ണ തന്നെയാണ്. ബന്ദർ അബ്ബാസ്, ഖഷ്റം ദ്വീപ് തുടങ്ങിയ എണ്ണ വ്യാപാരത്തിൽ നിർണായകമായ സ്ഥലങ്ങളെ സ്ഥിരമായി അമേരിക്ക ആക്രമിക്കുകയുമാണ്. ഇവിടങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കരയുദ്ധം നടത്താനും അമേരിക്ക ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് വലിയ മണ്ടത്തരമാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിട്ടും പ്രസിഡന്റ് ട്രംപ് അത് സജീവമായി പരിഗണിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഹൂത്തികളും ഹിസ്ബുള്ളയുമെല്ലാം പിന്തുണയുമായി എത്തിയാൽ അമേരിക്കയ്ക്ക് ഇത് വലിയ വെല്ലുവിളിയാകില്ലേ? കാരണം 5 ലക്ഷത്തോളം സൈനികരെ ഈ മേഖലയിൽ എത്തിക്കാനാണ് ശ്രമം നടത്തുന്നത്. ഭൂപ്രദേശത്തിൻ്റെ ചതിക്കുഴികൾ അറിയാതെ എത്തുന്ന അമേരിക്കൻ സൈനികർക്ക് വലിയ തോതിൽ ആൾനാശമുണ്ടാകില്ലേ? അതുകൊണ്ട് അമേരിക്ക കരയുദ്ധം എന്ന ഈ സാഹസത്തിന് മുതിരുമോ? അത് വലിയ സാഹസം തന്നെയാണ്. 5 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ട് ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എങ്കിൽ കാഷ്വൽറ്റീസ് വിൽ ബി വെരി ഹൈ. നിലവിൽ വലിയ കാഷ്വൽറ്റീസ് ഇല്ല. 18 പേരാണ് ഇതുവരെ ഇത്രയും ദിവസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അമേരിക്കൻ ഭാഗത്ത്. കാരണം ആകാശത്തിരുന്നുകൊണ്ട് ബോംബ് വർഷിച്ചിട്ട് പോയി കളയുകയാണ്. തറയിലിറങ്ങി യുദ്ധം ചെയ്യുമ്പോൾ അങ്ങനെയല്ല. നിലവിൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സമയത്ത് കേവലം 45,000 US ഫോഴ്സസ് ആണ് ഇവിടെ എല്ലാം കൂടി ഉണ്ടായിരുന്നത്. 6 GCC രാജ്യങ്ങളിലും അടുത്തുള്ള ജോർദനിലും സിറിയയിലും അതുപോലെ ഇറാഖിലും എല്ലാം ചേർന്നുള്ള അമേരിക്കൻ സേനാ പ്രസൻസ് 45,000-നും 50,000-നും ഇടയ്ക്ക്, അത് 500,000-തിനിടയിൽ. അത് 10 ഇരട്ടിയായി കൂട്ടി 5 ലക്ഷമായി മാറ്റിയെടുക്കുക എന്നാണ്. ഇറാൻ്റെ സേനാശക്തി ഏതാണ്ട് 5 മുതൽ 7 ലക്ഷം വരെ പേരാണ് ഇറാൻ്റെ സേനകളുടെ ഒരു സ്ട്രെങ്ത്. ആക്റ്റീവ് ഫോഴ്സ് തന്നെ ഒരു 4-5 ലക്ഷം ഉണ്ടാവും. പക്ഷേ ഇത് 1-to-1 ബാറ്റിലൊന്നും അല്ല. ഇവിടെ മോഡേൺ യുദ്ധമുറ എന്ന് പറയുന്നത് ഭടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബയണറ്റ് വെച്ച് കുത്തുകയോ വെടിവെച്ച് കളിക്കുകയോ അല്ല. വേറെ രീതിയിലാണ് യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് എണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരെ ചെറിയ എണ്ണം സൈനികരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാഖ് അധിനിവേശം അമേരിക്ക നടത്തിയതും സദ്ദാം ഹുസൈൻ്റെ ഗവൺമെൻറ്റിനെ പൊളിച്ച് സദ്ദാം ഹുസൈനെ അവസാനം പിടികൂടി വധിച്ചതൊക്കെ വലിയ നമ്പർ ഇറങ്ങിയതുകൊണ്ടല്ല. അവരുടെ ഒരു ടാക്ടിക്കൽ, ഒരു മനൂവറിങ് കേപ്പബിലിറ്റി, ബെറ്റർ വെപ്പൺസ്. ഇറാഖിൻ്റെ പ്രതിരോധ സംവിധാനം സെൻട്രലൈസ്ഡ് ആയിരുന്നുകൊണ്ട് പാളിപ്പോയി. ഇറാൻ്റെ പ്രതിരോധ സംവിധാനം അങ്ങനെയല്ല, വളരെയധികം പ്ലാൻഡാണ്. മൊസൈക്ക് ഡിഫൻസ് പാറ്റേൺ എന്നാണ് ഇറാൻ വിളിക്കുക. മൊസൈക്ക് എന്ന് പറഞ്ഞിങ്ങനെ ചിതറി നിൽക്കുകയാണ്. 31 പ്രവിശ്യകളായി ചിതറി നിൽക്കുന്ന ഇറാൻ്റെ ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റേതായ ജിയോ പൊളിറ്റിക്കൽ, ജിയോ സ്ട്രാറ്റജിക് പ്രത്യേകതകളുണ്ട്. ഇൻഡിപെൻഡൻറ്റ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുമുണ്ട്. അതിനുള്ള അനുവാദം IRGC കൊടുത്തു കഴിഞ്ഞു. ആ രീതിയിൽ ഇറാനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ 31 പ്രവിശ്യകളെ 31 രാജ്യങ്ങളായി കണ്ടുകൊണ്ട് 31 രാജ്യങ്ങളെയും കീഴടക്കുന്നു എന്ന് പറയേണ്ടി വരും. അല്ലാതെ ഈ ടെഹ്റാനിൽ കൊണ്ട് ബോംബിട്ടതുകൊണ്ടോ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനെ വധിച്ചതുകൊണ്ടോ പാർലമെൻറ്റിന് വേണ്ടി ചർച്ച നടത്തുന്ന, അല്ലെങ്കിൽ ഇറാന് വേണ്ടി ചർച്ച നടത്തുന്ന ഈ ഖലിബാഫിനെ വധിച്ചതുകൊണ്ടോ ആയില്ല. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ തട്ടിയതുകൊണ്ട് ഇറാൻ കീഴടങ്ങിയെന്ന് അർത്ഥമില്ല. ഇത് പരമോന്നത നേതാവായ മുജ്തബ ഖുമൈനി വധിക്കപ്പെട്ടാലും ഇറാൻ മുന്നോട്ട് പോകും. ആ രീതിയിലാണ് അവരുടെ സംവിധാനം. അങ്ങനെയാണല്ലോ 48 പ്രധാനപ്പെട്ട നേതാക്കൾ ഫെബ്രുവരി മാസം 28-ാം തീയതി കൊല്ലപ്പെട്ടപ്പോൾ, ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴും ഇറാൻ പിടിച്ചു നിന്നത് ഈ ഒരു ഡിഫൻസ് പാരഡൈമിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നു ഇറാനിലേക്ക് 5 ലക്ഷം സൈനികർ. ഈ റിപ്പോർട്ട് പലപ്പോഴും ഊതിപ്പെരുപ്പിച്ച കണക്കാണ്. 5 ലക്ഷം സൈനികരെ അമേരിക്ക ഡിപ്ലോയ് ചെയ്യാൻ അമേരിക്കയുടെ നികുതിദായകർ, അമേരിക്കയുടെ വ്യവസ്ഥ അനുവദിക്കുമെന്ന് തോന്നൽ എനിക്കില്ല. ഇതൊക്കെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ്. ഇതൊക്കെ ഒരു ഊതിപ്പെരുപ്പിച്ച കണക്കുകളും ചില ഈ വാർ മോങ്കറിങ് ഒക്കെ ശീലമാക്കിയ ആളുകൾ പടച്ചു വിടുന്ന കാര്യങ്ങളാണ്. അതിനെ ബേസ് ചെയ്ത് വിശകലനം നടത്തേണ്ടതുണ്ടോ എന്ന് തന്നെ പലപ്പോഴും സംശയമുണ്ട്. പക്ഷേ സാങ്കേതികമായി സാധ്യമാണ്. 5 ലക്ഷം ഭടന്മാരെ നിരത്താൻ അമേരിക്ക കഴിയും. കാരണം അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ഫോർഡ്, മറ്റ് പടക്കപ്പലുകൾ, ഇതെല്ലാം ഇവിടെ എല്ലാം കൂടെ ചേർന്ന് 25,000-ഓളം പേരെ അവിടെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. കപ്പലുകളിലും കടലുകളിൽ തന്നെ അത്രയും പേരെ ഡിപ്ലോയ് ചെയ്യാൻ കഴിയും. അവരെ കരയിലെത്തിക്കണമല്ലോ. എങ്ങനെയാണ് കരയിലെത്തിക്കുക? ഒരു സേനകളെ കരയിലെത്തിക്കുക എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ 2ാം ലോക മഹായുദ്ധകാലത്തെ നോർമൻഡി ലാൻഡിങ് എന്നൊക്കെ പറഞ്ഞ് രോമാഞ്ചജനകമായ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗൺ ബോട്ടുകളിലും കപ്പലുകൾ വന്ന് ഇരച്ചു കയറി, ആംഫീബിയൻ വെഹിക്കിൾസിലൊക്കെ വന്ന് തീരപ്രദേശത്തേക്ക് ഇരച്ചു കയറി അങ്ങനെയൊക്കെ
സിനിമകൾ എടുക്കാൻ കൊള്ളാം, പക്ഷേ യഥാർത്ഥ യുദ്ധത്തിൽ അതൊന്നും പ്രായോഗികമാകണമെന്നില്ല. കാരണം തെക്കൻ തീരത്തിൻ്റെ, ഇറാൻ്റെ തെക്കൻ തീരം, ഹോർമൂസ് തീരത്തിൻ്റെ ഘടന അങ്ങനെയാണ്. അവിടെ ആ തീരത്തോട് അഭിമുഖമായി ചരിഞ്ഞ മലനിരകളുണ്ട്. അത്ര ചെങ്കുത്തായ മലനിരകളല്ല, കുറച്ച് ചരിഞ്ഞ മലനിരകളുണ്ട്. അവിടെ എല്ലാം ഹൈഡ് ഔട്ട്സ് ഉണ്ട്. അവിടെയൊക്കെ തന്നെ ഗൺസ്, പീരങ്കികൾ എല്ലാം പ്ലാന്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാൻ കടന്നു വരുന്ന, കടലിൽ നിന്നും കരയിലേക്ക് കയറുന്ന, തീരത്തേക്ക് കയറുന്ന, ഇറാൻ തീരത്തേക്ക് കയറുന്ന നാവികരെ അല്ലെങ്കിൽ പടയാളികളെ വധിക്കാൻ കഴിയും. അവിടെയാണ് ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് വേദനിക്കുന്നില്ല, കാരണം അധികം കാഷ്വാലിറ്റീസ് ഇല്ല. കാഷ്വാലിറ്റീസിന് എണ്ണം കൂടുമ്പോൾ, ബോഡി ബാഗുകൾ, കോഫിൻസ് വൻതോതിൽ അമേരിക്കയിൽ എത്തുമ്പോൾ, വിയറ്റ്നാം യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലും കണ്ടതാണ്. ഇതൊക്കെ അവിടെ എത്തിക്കഴിയുമ്പോൾ അവരുടെ ഫാമിലീസ്, പൊതുജന അഭിപ്രായം അമേരിക്കയ്ക്കുള്ളിൽ അങ്ങ് തിരിയും. അത്ര എളുപ്പമല്ല അമേരിക്ക പോലെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഇങ്ങനെ ഒരു സാഹസത്തിന് സ്വന്തം ഭടന്മാരെ ഉപയോഗിക്കുന്നത്. അത്ര സുഖകരമായ ഒരു കാര്യമല്ല. കാഷ്വാലിറ്റീസ് വൻതോതിലുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞതിന് സമാനമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ, ഖിഷം ദ്വീപ് അതൊരു തന്ത്രപ്രധാനമായ മേഖലയാണ്, വലിയ ദ്വീപാണ്. ഇറാൻ്റെ ഹോർമൂസിന് അഭിമുഖമായി കിടക്കുന്ന, ആ വളവിൽ കിടക്കുന്ന ദ്വീപാണ് ഖിഷം ദ്വീപ്. ഒരു പക്ഷേ കീഴടക്കാൻ സാധിക്കും. അവിടെയുള്ള താവളങ്ങളെല്ലാം തന്നെ അത് ദ്വീപായതുകൊണ്ട് മറൈൻ ഓപ്പറേഷൻസിലൂടെ അത് കംപ്ലീറ്റ് എയർ കവർ കൊടുത്തുകൊണ്ട് ഇറാൻ മിസൈലുകൾ ലാൻഡിൽ നിന്ന് അവിടെ പതിക്കാതിരിക്കാൻ അവിടെ തന്നെ ഇരിക്കുന്ന മിസൈൽ അടിത്തറകളെല്ലാം തോണ്ടിയെടുക്കാൻ കഴിയും. അതുപോലെ ബന്ദർ അബ്ബാസ് നഗരം ഒരുപക്ഷെ പിടിച്ചെടുക്കാൻ കഴിയും. വളരെ പുരാതനമായ നഗരമാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം മുതലേ ഉള്ള നഗരമാണ്. അലക്സാണ്ടർ പടയോട്ടം കണ്ട മണ്ണാണ്. അവിടെ എല്ലാം തന്നെ ഒരുപക്ഷെ തീരപ്രദേശത്തെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരം എന്ന നിലയിൽ അത് പിടിച്ചെടുക്കാൻ കഴിയും. ചബഹാർ ഒരുപക്ഷെ പിടിച്ചെടുക്കാൻ കഴിയും. തെക്ക് കിഴക്കൻ തീരത്ത് ഉള്ള ഇന്ത്യൻ ഇൻസ്റ്റലേഷൻസ് കൂടിയുള്ള ഒരു തീരനഗരമാണ്, പിടിച്ചെടുക്കാൻ കഴിയും. എന്തിന്? കാർഗ് ദ്വീപ് അത്ര ബുദ്ധിമുട്ടില്ലാതെ ഒരു പക്ഷേ പിടിച്ചെടുക്കാൻ, വളരെ ചെറിയ ദ്വീപാണ്. ഇറാൻ്റെ എണ്ണ മുഴുവൻ സാമ്പ്രദായികമായി തന്നെ ഈ ലാൻഡിൽ നിന്നും ഓഫ് ഷോർ റിഗുകളിൽ നിന്നുമൊക്കെയുള്ള എണ്ണ വിവിധങ്ങളായ പൈപ്പുകൾ, നൂറുകണക്കിന് ഡിഫറൻറ്റ് പൈപ്പ് ലൈൻസിലൂടെ എല്ലാം എത്തിച്ചേരുന്നത് കാർഗ് ദ്വീപിലേക്കാണ്. അത് ഏറെ ഉള്ളിലാണ്. ഈ ഖിഷം ദ്വീപിനേക്കാളൊക്കെ ഏറെ ഉള്ളിൽ, പേർഷ്യൻ ഗൾഫിന് ഉള്ളിൽ അങ്ങ് അകലെ കിടക്കുന്ന ഒരു ദ്വീപാണ്, ചെറിയ ദ്വീപാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വലുതാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഇറാൻ്റെ എണ്ണ വിപണന ശേഷി വല്ലാതെ കുറയും. അത് ദീർഘകാലം, പതിറ്റാണ്ടുകൾ എടുക്കും. അതുപോലെ ഈ നിർമ്മിതികൾ ഉണ്ടാക്കി, എണ്ണ വാർഫുകളുണ്ട്, കപ്പലുകൾക്ക് എടുക്കാവുന്ന പ്രദേശങ്ങളുണ്ട്, എണ്ണ സംഭരണികളുണ്ട്, പൈപ്പ് ലൈനുകളുണ്ട് എന്ന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമുള്ള കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ ഒരു ശ്രമം ഒരു പക്ഷേ നടത്തിയേക്കാം. വലിയ ആൾനാശമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അവിടെയും ഇറാൻ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് മെയിൻലാൻഡ് അല്ലാത്തതുകൊണ്ടാണ്. ഞാനീ പറയുന്നതൊക്കെ ദ്വീപുകളാണ്, അല്ലെങ്കിൽ തുറമുഖ നഗരങ്ങളാണ്. ആ രീതിയിലേക്ക് ആക്രമണം കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയും. അപ്പോൾ സമാന്തരമായി മറ്റൊരു കാര്യം സംഭവിക്കാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഇറാൻ്റെ സൈന്യം അറ്റകൈ പ്രയോഗം നടത്തിയേക്കാം. ഒരുപക്ഷെ കുവൈറ്റിലേക്ക് ഇരച്ചു കയറിയേക്കാം. ഇറാഖിൻ്റെ തെക്കൻ പ്രദേശത്തു കൂടി കുവൈറ്റിലേക്ക് തിരച്ചു കയറിയേക്കാം. അതുമാത്രമല്ല, ഇറാഖിലെ ഷിയ പോപ്പുലേഷൻ അത് നിർണായക ഘടകം. നമ്മൾ ഒരിക്കലും സംസാരിക്കാത്തൊരു വിഷയമാണ്. ഇറാൻ മാത്രമല്ല ഷിയ രാജ്യം, ഇറാഖും ഷിയ രാജ്യമാണ്. അവിടെ ഇറാനോട് ഐകദാർഢ്യമുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇറാഖിൽ, പ്രത്യേകിച്ച് തെക്കൻ പ്രദേശമായ ബസറയിൽ, വലിയ അത് തുറമുഖ പ്രദേശം കൂടിയാണ്. അത് വളരെ എണ്ണ സമ്പന്നമാണ്, അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ മേഖലയാണ്. അവിടേക്കുള്ള ജനങ്ങൾ ഒരുപക്ഷെ ഇറാൻ അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഇറാൻ സൈന്യം അതുവഴി കടന്നു പോവുകയാണെങ്കിൽ അവരെ എതിർക്കാനൊരു ശ്രമം ഒരുപക്ഷെ ഇറാഖി ഗവൺമെൻറ്, ഇപ്പോൾ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാനാവുന്നു എന്ന് പറയുമ്പോഴും ബാഗ്ദാദ് അല്ല ബസറ എന്ന് ഓർക്കണം. ആ മേഖലയിലേക്ക് ഇറാൻ്റെ സേനാ നീക്കം ഒരുപക്ഷെ നടന്നേക്കാം. അപ്പോൾ ഏറിയൽ ബോംബിംഗ് ഉണ്ടാകുമെന്ന് പറയാൻ, നാളെ അത് സംഭവിച്ചിട്ട് വേണ്ടേ ഉണ്ടാകും എന്ന് പറയാൻ, ഉണ്ടാവാം. അതുവഴി കുവൈറ്റിലേക്ക് കയറാൻ പറ്റും. കുവൈറ്റ് സിറ്റിയിൽ കയറിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിമാനത്താവളം, അമേരിക്കൻ താവളങ്ങൾ, 3-4 പ്രധാനപ്പെട്ട താവളങ്ങളുണ്ട്. ആ താവളങ്ങളെ ഭൗതികമായി വളയുകയും ഏതെങ്കിലും രീതിയിൽ അമേരിക്കൻ മെറീനുകളെ അല്ലെങ്കിൽ അമേരിക്കൻ സേനാ അംഗങ്ങളെ തടവിലാക്കാൻ കഴിയുകയും ചെയ്താൽ, അതൊരു ലാൻഡ് ഓപ്പറേഷനിലൂടെ മാത്രമേ കഴിയൂ. എയർ ഓപ്പറേഷനിലൂടെ ആർക്കും ഒരിക്കലും ഒരാളെയും തടവിലാക്കാൻ കഴിയില്ല, റാഞ്ച് കൊണ്ട് പോകാൻ കഴിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരുപക്ഷെ യുദ്ധം കുവൈറ്റിലേക്ക് കരയുദ്ധം നീളാം, ഇറാഖിൻ്റെ തെക്കൻ പ്രദേശത്തെ കരയുദ്ധം നീളാം. ഒരുപക്ഷെ സിറിയയുടെയും ഇറാഖിൻ്റെയും തുർക്കിയുടെയും അതിർത്തികളിൽ ഖുർദ് സേനകളുമായി ഇറാൻ്റെ സേനയ്ക്ക് പോരാടേണ്ടി വന്നേക്കാം. ഇവരെ ആവും ഉപയോഗിക്കുന്നത്. അമേരിക്ക ഏതെങ്കിലും ഒരു ലാൻഡ് ബേസ്ഡ് ഓപ്പറേഷൻ നടത്തുന്നു എങ്കിൽ നേരിട്ട് അമേരിക്കൻ ഭടന്മാരാകാൻ സാധ്യത കുറവാണ്.
കുറവാണ്, സാധ്യതാപരമായി കുറവാണ്. ഈ പാരച്യൂട്ടുകളിലൊക്കെ ഈ ലക്ഷക്കണക്കിന് അമേരിക്കൻ ഫൈറ്റിംഗ് ഫോഴ്സിനെ ഈ ഇറാനിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുന്ന ഘട്ടമൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അങ്ങനെയൊക്കെ സാധ്യമാണോ? അവർ ദേ വിൽ ബി സിറ്റിംഗ് ഡക്സ്, അവർ വെടിയേറ്റ് മരിക്കില്ലേ, അവരെ പിടികൂടില്ലേ? ഈ സൈനികരെ പിടികൂടിക്കഴിഞ്ഞാൽ ലാൻഡിൽ വന്ന് എത്തുന്ന സൈനികരെ ആകാശമാർഗം എയർലിഫ്റ്റ് ചെയ്ത് ലാൻഡിൽ വീഴുന്ന അല്ലെങ്കിൽ വന്നെത്തുന്ന സൈനികരെ പിടിച്ചു കൊണ്ടുപോയി അവരെ വെച്ച് വിലപേശിയാൽ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കില്ല. ഒരിക്കലും അമേരിക്ക ഉദ്ദേശിക്കുന്ന പോലെ യുദ്ധത്തിന് മുന്നോട്ട് പോകാനൊക്കില്ല. അതുകൊണ്ട് അമേരിക്കൻ തടവുകാർ എന്നത് ഒരിക്കലും അമേരിക്കയ്ക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യമല്ല. ഇറാൻ കുറച്ചു പേരെങ്കിലും തടവിലാക്കി കഴിഞ്ഞാൽ, ബന്ദികളായി പിടിച്ചാൽ, നെഗോഷിയേഷൻ്റെ രീതി അങ്ങ് മാറും. വിലപേശൽ ശക്തി ഇറാന് കൂടും. അത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് 5 ലക്ഷം സേനാ അംഗങ്ങളെ വിന്യസിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നാണെങ്കിൽ അത് നടക്കില്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, അതൊരിക്കലും ഓപ്ഷനല്ല, അതൊരു വൈൽഡ് ചിന്തയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സൈന്യങ്ങളെ ഉപയോഗിക്കുക. ഏത് രാജ്യമാണ് സൈന്യത്തെ വിട്ടുകൊടുക്കുക? ഇറാനെതിരെ പടപൊരുതാൻ ഇപ്പം അവരുടെ താവളങ്ങൾ ഉപയോഗിക്കുന്നു എന്നതല്ലാതെ സൈന്യങ്ങളെ, കുവൈറ്റ് സൈന്യത്തെ വിട്ടുകൊടുക്കുമോ? സൗദി അറേബ്യയുടെ സൈന്യത്തെ, കരസേനയെ ഇറാനെതിരെ ഫൈറ്റ് ചെയ്യാൻ അതിർത്തിയൊന്നുമില്ല സൗദിക്കും ഇറാനും തമ്മിൽ. പേർഷ്യൻ ഗൾഫ് കടന്നു പോകണം. എങ്ങനെ പോകും? ഇറാൻ്റെ മണ്ണിലേക്ക് കടക്കണമെങ്കിൽ കടൽ വഴിയല്ലേ പറ്റൂ. കരവഴി വരണമെങ്കിൽ അങ്ങ് കുവൈറ്റ് വഴി ഇറാഖ് വഴി വരണം. അതൊന്നും സാധ്യമല്ല. UAE കരസേനയെ ഉപയോഗിച്ച് ഇറാനെതിരെ പടപൊരുതാൻ പറ്റുമോ? ഇതൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. അതുമാത്രമല്ല, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഇത് അമേരിക്ക ഒരിക്കലും വിവരമുള്ള ഉപദേശകർ ട്രംപിനുണ്ട് എങ്കിലെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ ഒരിക്കലും ഈ ഹിമാലയൻ ബ്ലണ്ടർ സംഭവിക്കാൻ അവരൊരിക്കലും ഉപദേശം കൊടുക്കില്ല. പക്ഷേ ആൾ ട്രംപാണ്. ട്രംപ് എന്നും എപ്പോഴും പുതുമകൾ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹം എന്ത് ലെവലിലേക്കും പോകാൻ തയ്യാറാകും. ആ നിമിഷം തന്നെ മലക്കം മറിയുകയും ചെയ്യും. തങ്ങൾ സൈന്യത്തെ അയക്കുന്നു എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം, സൈന്യത്തെ അയക്കുന്നില്ല എന്ന് പറഞ്ഞേക്കാം, സൈന്യത്തെ അയക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഇതാ കരാർ, ഡീൽ. അദ്ദേഹം ഏറ്റവും അധികം പറയുന്ന വാക്ക് ഡീൽ എന്നുള്ള വാക്കല്ലേ. ഇപ്പോൾ ഡീൽ എന്നുള്ള വാക്കും ടാരിഫ് എന്നുള്ളൊരു വാക്കുമൊക്കെ ട്രംപാണോ കണ്ടുപിടിച്ചതെന്ന് പോലും ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇതൊക്കെ പറയുന്നതിൻ്റെ ആ വ്യർത്ഥത, അർത്ഥശൂന്യത കൂടി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു തിയറിയാണ്, കരസേന ഇറാന് നേരെ ആക്രമണം നടത്തിയേക്കാം എന്നത് കേവലം തിയറി മാത്രമാണ്. ഒരിക്കലും സാധ്യമാവാൻ ഇടയില്ലാത്ത ഒരു തിയറി. പക്ഷേ എപ്പോഴും ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്നതാണ് നാളുകളിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ മുൻപ് ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇറാഖിനെ കരസേന ആക്രമണത്തിലൂടെയാണല്ലോ ഇറാഖിനെ പൂർണ്ണമായും വരുതിയിലാക്കിയത്. അഫ്ഗാനിസ്ഥാനിൽ കരസേന പ്രവേശിച്ചല്ലോ. അതിനൊക്കെ അനുകൂല സാഹചര്യം പാകിസ്ഥാനിലൂടെ അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇറാഖിലേക്ക് പ്രവേശിക്കാൻ പല വഴികളുണ്ടായിരുന്നു. ചുറ്റുപാട് നിന്നും പ്രവേശിക്കാൻ കഴിയും. ഇറാനിലേക്ക് സുഗമമായി പ്രവേശിക്കാൻ കഴിയില്ല. ഇനി വടക്ക് നിന്ന് പ്രവേശിക്കാനാണെങ്കിൽ കാസ്പിയൻ കടലാണ് വടക്കുള്ളത്. അതൊക്കെ റഷ്യൻ സ്വാധീന മേഖലയാണ്. അവിടെയൊക്കെ റഷ്യയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കടക്കാനാകുമോ? അങ്ങനെയൊക്കെ കടന്നു കഴിഞ്ഞാൽ റഷ്യയോ ചൈനയോ ഒക്കെ രംഗത്ത് വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അതൊക്കെ കൊണ്ടാണ് ഇത് ഏതാണ്ട് പൂർണ്ണമായി ഈ ഘട്ടത്തിൽ തള്ളിക്കളയാവുന്ന ഒരു പ്രപ്പോസലാണ്, ഒരു ചിന്തയാണ് 5 ലക്ഷം പേരെ വെച്ചുകൊണ്ട് ഇറാനെതിരെ ഒരു കരയുദ്ധ നീക്കം എന്നത്.